ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ 2025 38 പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലേലുയ്യ. എല്ലാവർക്കും സന്തോഷമാണോ? വലിയ നോമ്പ് അവസാനിക്കുന്ന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ നമ്മുടെ ശക്തിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ, ചിന്തിപ്പിക്കാൻ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധിയാണ് നമ്മെ ശക്തനാക്കുന്നത്. ഹോളിനെസ് ഇസ് എ പവർ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് വിശുദ്ധി തങ്ങളുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന വസ്ത്രം പോലെ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഒരു വസ്ത്രം പോലെ ആയിരിക്കണം നമ്മുടെ വിശുദ്ധി. ഇന്ന് എന്നെ നിങ്ങളെയും തകർത്ത് കളയുന്നത് നമ്മെ വലവീശി പിടിക്കാനും കൂട്ടിലടച്ച് പൂട്ടാനും നശിപ്പിച്ച് ഒട്ടപ്പൂജ്യമാക്കാനും സാത്താൻ എളുപ്പത്തിൽ കയറി പിടിക്കുന്ന ഒരു മേഖലയാണ് ജഡം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളിത് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനാകിയ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് 1 പത്രോസ് 1:15 നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ വിശുദ്ധി ലക്ഷ്യമാക്കി ജീവിച്ചവർ ലോകത്തിലെ വൻ ശക്തികളായി തീർന്നു. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവമക്കളെ, ജോഷുവയുടെ പുസ്തകത്തിൽ യുദ്ധത്തിൽ വിജയിച്ച സാംസനെ നാം കാണുന്നുണ്ട്. അസാധാരണമായ ശക്തി പ്രകടമാക്കി. ന്യായാധിപന്മാരുടെ പുസ്തകം 14:6 നാം കാണുന്നുണ്ട്. ഏലിയായുടെയും ഏലീശാ പ്രവാചകന്റെയും അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മരിച്ചുപോയ തബീത്തായ്ക്ക് പത്രോസ് പുനർജീവിപ്പിക്കുന്നതുമെല്ലാം നാം കാണുന്നുണ്ട്. ഇവിടെയെല്ലാം നാം കാണുന്നത് അവരുടെ വിശുദ്ധിയിലൂടെയുള്ള ശക്തിയാണ്. ഹാലേലുയ, ഹാലേലുയ. ലൗകികത എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ പ്രശ്നങ്ങളെ നേരിടാൻ അത്യാവശ്യമാണ് ആത്മീയത എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഓരോ ദൈവമക്കൾക്കും സഭയിൽ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാൻ വിശുദ്ധി അടിസ്ഥാനമായ ഒന്നാണ്. അതിന് ഞാനും നിങ്ങളും കൈകോർത്ത് തോളോട് ചേർന്ന് നിന്ന് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വചനം പ്രഘോഷിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധിക്ക് വില കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ വിശുദ്ധി നിലനിൽപ്പിൻ്റെ വരം കിട്ടുവാൻ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഉണർവുണ്ടാകുവാൻ, വിശുദ്ധി ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.